നമ്മുടെ കണ്ണാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവയവമെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മേലെയും താഴെയും 2 എല്ല് ഉയർത്തി വെച്ചിട്ട് അതിന്റെ കുഴിയിൽ കണ്ണ് പിടിപ്പിച്ചത് അതിന് തകരാറ് വരാതിരിക്കാനാണ്. എന്നിട്ടും അതിൽ പൊടി വീഴുന്നുണ്ടെങ്കിൽ അതിന്റെ മേലെ ഒരു സൺഷെയ്ഡ് പോലെ പുരികം വെച്ച് പിടിപ്പിച്ചില്ലേ, അത് പൊരിച്ചു മാറ്റിയിട്ട് ആളെ വരക്കാനുള്ളതല്ല. പുരികം വെച്ച് പിടിപ്പിച്ചത് പൊടി ഇതിൽ വീഴാതിരിക്കാനാണ്. അതിന്റെ ആ കൺപോളകൾ അനൈച്ഛിക മാംസപേശികൾ കൊണ്ട് പൊടി വീഴുന്നുണ്ട്, അതുകൊണ്ട് തടഞ്ഞോളണമെന്ന് മനസ്സ് പറയുന്നതിന് മുമ്പ് തന്നെ കണ്ണ് പൂട്ടാൻ വേണ്ടിയിട്ടുള്ള അതിന് സെൽഫ് ഫൈനാൻസ് കോളേജ് പോലെ സെൽഫ് ഡ്രോയിങ് ഓഫീസറായിട്ട് കൺപോളകളെ നിശ്ചയിച്ചു കൊടുത്തില്ലേ, തനിയെ പൂട്ടിക്കോ. എന്നിട്ട് അഥവാ എന്തെങ്കിലും പൊടി വന്നിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുകൊണ്ട അതിൻ്റെ ഉള്ളിൽ തന്നെ വെള്ളം ചീറ്റിയിട്ട് പുറത്തേക്ക് തള്ളാനുള്ള കഴിവ്. ഇവിടെയൊക്കെ ദൈവത്തെ കാണാതെ ദൈവത്തെ അന്വേഷിച്ച് അങ്ങ് മലയമ്മ കയറാൻ പോകുന്നു. ഇതിൻ്റെ ഉള്ളിൽ ആ വെള്ളം കൊണ്ട് ചീറ്റുന്നില്ലേ? എത്ര സുന്ദരമായ സങ്കല്പമാണ്. ഈ വായക്ക് തൊട്ട് മേലെ മൂക്ക് പിടിപ്പിച്ച് തിന്നുന്ന ഭക്ഷണം കെട്ടതാണെന്ന് അറിയാനല്ലേ, മൂക്ക് വേറെയിരിക്കുവാന്ന് എങ്ങനെയാ ഇതറിയാം? പുരുഷന്മാരാണ് അധികവും പുറത്തിറങ്ങി നടക്കുന്നത് കൊണ്ടാണ് ഈ മൂക്കിലേക്ക് പൊടിപടൽ കയറാതിരിക്കാൻ വേണ്ടി മീശ പിടിപ്പിച്ചില്ലേ. നോക്കട്ടെ, ആ പൊടിയെ അരിച്ച് മേലോട്ട് കയറ്റ ഘടന എന്തൊരു അത്ഭുതമുള്ള ഘടനയാണ്. നോക്കൂ, 1000 കമ്പ്യൂട്ടറുകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ ഇതുപോലത്തെ ഒരു ശരീരം? ഇപ്പൊ ചാറ്റ് GPT ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റിയൊക്കെ പറയുന്നു. ഈ കുന്തൽ ഉണ്ടാക്കിയത് ഇതിൻ്റെ അകത്തുനിന്നല്ലേ? ഈ അത്ഭുത പ്രതിഭാസത്തിന്റെ ആ അത്ഭുതത്തെ കാണുന്നതിന് പകരം അതിൽ ചെറിയ ചെറിയ വേദനകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴേക്ക് അത് വല്ലാത്ത ഡെസ്പായി പോവാ. നമ്മൾ തീർന്നില്ലേ എന്റെ കാര്യം, എനിക്കെന്താ ഇനി ജീവിതം എന്ന് തോന്നിപ്പോവുക. അങ്ങനെയുള്ളിടത്ത് അവൻ അതിജീവിക്കുവാനുള്ള കരുത്ത് കൊടുക്കാൻ, കൂടെ നിൽക്കാൻ ആരെങ്കിലും ഒരാളുണ്ടായാൽ. ആത്മഹത്യ ചെയ്യാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനൊരു ഫോൺ കോൾ വന്നാൽ മതി, അവന്റെ ആത്മഹത്യ ഒഴിവാക്കും. അല്ലേ, ഒരു ഫോൺ കോൾ വന്നാൽ മതി. അർത്ഥം എന്ന് പറയുന്ന മമ്മൂട്ടിന്റെ ഒരു സിനിമയുണ്ട്, കേട്ടില്ല? ജീവിതം നല്ല സുഖത്തിലാണ്, എനിക്ക് ഒരു പ്രയാസമില്ല. അതുകൊണ്ട് ഇനിയും ജീവിച്ചാൽ പിന്നെ ടെൻഷൻ വരും. അതുകൊണ്ട് ഇപ്പം അങ്ങ് മരിക്കുക, ഞാൻ ഇതാ മരിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് കത്ത് എഴുതി വെച്ച് റെയിൽവേ ആടെ നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ട് പൗഡർ ഇട്ട് പിന്നെ ടവലെടുത്തിട്ട് ഇതെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് സുഖമായി കിടക്കുന്നു. അങ്ങനെ കിടന്ന് കാലിലും വെച്ചിട്ട് മൂളിപ്പാട്ടും പാടി ഇങ്ങനെ കിടക്കുമ്പോൾ ട്രെയിൻ അങ്ങനെ വരുമ്പോൾ തല തിരിച്ച് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഓരോരുത്തരും കിടക്കുന്നതാണ്. അപ്പൊ ടെൻഷനായി. അപ്പൊ മരിക്കുമ്പോൾ ഓനെന്തിനാ മരിക്കുന്നത്? ആദ്യത്തെ മരിക്കാന്ന് വിചാരിച്ചു. ഓടിപ്പോയിട്ട് അവനെടുത്ത് മാറ്റിയോ അരണക്കളി കളിച്ചിട്ട് അവനെ പിടിച്ചു മാറ്റിയപ്പോ എന്നെ മരിക്കാനും പറ്റില്ല പറഞ്ഞു. അപ്പം പറഞ്ഞു, സംഗായി ഞാനും മരിക്കാൻ വന്നാ, പക്ഷേ എന്തിനാ നീ മരിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് മരിക്കാൻ വിചാരിച്ചിട്ടാണ്. അടുത്ത ട്രെയിൻ ഇനിയും വരുമല്ലോ എന്ന് പറയുന്ന രസകരമായ സിനിമയുണ്ട്. പക്ഷേ പിന്നെ മനസ്സിലായത് അവൻ മരിക്കുന്നത് ഗതികെട്ടിട്ട് മരിക്കുന്നതാണ്. അപ്പൊ ഇയാൾ പറഞ്ഞു, ഞാൻ ഏതായാലും മരിക്കുന്നു, ഒരു കാര്യം ചെയ്തു, ഇവൻ അറിയാണ്ട് ഒരാളെ കൊന്ന ഞാനാന്ന് പറഞ്ഞാൽ പിന്നെ എന്നെ തൂക്കിക്കൊള്ളുമല്ലോ, പ്രയാസമൊന്നുമില്ലല്ലോ, നീ എന്റെ കുടുംബത്തെ പോയിക്കോ എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ്മെന്റ് ആക്കിയിട്ട് ഇയാൾ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയിട്ട് കൊലപാതകം ഞാനാ ചെയ്തതെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് നടക്കുന്ന കഥ പിന്നെ അങ്ങനെ പോകുന്നു. എന്ന് പറഞ്ഞാൽ മരണത്തിന് തൊട്ട് മുമ്പും സ്വയം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ചെറിയ ചലനമുണ്ടായാൽ അത്തരത്തിൽ നമ്മുടെ മനുഷ്യരുടെ പരിഗണനകളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത്. പെയിൻ ആൻഡ് പാലിയേറ്റീവിലെ നമ്പർ 1 വിഷയം അവിടെ കൊടുക്കുന്ന മരുന്നല്ല, അവിടെ കൊടുക്കുന്ന തലോടലല്ല, അവിടെ കൊടുക്കുന്ന വ്രണങ്ങൾ ആക്കലോ പിന്നെ ഫിസിയോതെറാപ്പി ഒന്നല്ല, അവിടെ കൊടുക്കുന്ന മനസ്സാണ്. നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് പറയാൻ ഒരാളുണ്ടോ? അതാ ചോദ്യം. ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് ബൈബിളിൽ പറഞ്ഞത് കൊണ്ട് കാര്യമില്ലല്ലോ. ദൈവം വന്നിട്ട് അന്നെ എടുത്ത് എണീപ്പിക്കുന്നില്ലല്ലോ. എണീപ്പിക്കാൻ ഒരാളുണ്ടോ? അതാ ചോദ്യം. ദൈവത്തെ ഞാൻ ആദ്യം കണ്ടത് ടോൾസ്റ്റോയിയുടെ ഒരു കഥയാണ്, യേശുവിനെ കാത്തു എന്നൊരു കഥയാണ്. ആ കഥയിലാണ് ദൈവത്തിനെ എന്താണ് ദൈവമെന്ന് അനുഭവിക്കുന്നത്, ദൈവം എന്താണെന്ന് അനുഭവിക്കുന്നത്. പിന്നെ വിക്ടർ ഹ്യൂഗോവിന്റെ പാവങ്ങൾ എന്ന നോവലിലെ ബിഷപ്പിന്റെ വീട്ടിലെത്തിച്ചേരുന്ന ജിൻവാൽജിന്റെ കഥ കേട്ടിട്ടാണ് എന്താണ് ദൈവം എന്നറിയുന്നത്. ഇപ്പൊ ദൈവവിശ്വാസം എന്ന് പറയുന്നത് എന്താ? തന്നാൽ കരയേറേണ്ടവരെത്ര പേരോ താഴത്തുപാഴ്ചേറിൽ അമർന്നിരിക്കെ താനൊറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിധിക്കെന്ത് ചാരിതാർത്ഥ്യം.
താൻ കൈപിടിച്ചുയർത്തേണ്ട പട്ടിണിയിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന്, അജ്ഞതയിൽ നിന്ന് അകറ്റേണ്ട എത്രയോ ആളുകൾ കഷ്ടപ്പെടുമ്പോ ഒരാൾ ഇങ്ങനെ കാലെടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് കൈ ഇങ്ങനെ മേലോട്ട് തോന്നിട്ട് തപസ് ചെയ്തിട്ട് മോക്ഷം കിട്ടിയാൽ ആ തപോതിരിക്ക് എന്ത് ചാരിതാർത്ഥം ഉണ്ടാവുന്ന ചോദ്യം ഉന്നയിച്ചത് ഉള്ളൂരസ് പരമേശ്വരയ്യരാണ്. എന്ത് ചാരിതാർത്ഥ്യമാണ്? ദൈവത്തിന്റെ അടുത്ത് മോക്ഷം കിട്ടാൻ വേണ്ടി പോകപ്പോ എവിടെയാണ്? നമ്മൾ ഇത്രയും അമ്പലങ്ങളും, ഞാൻ പറയുന്നത് കേരളത്തിലെ ഏറ്റവും മനോഹരമായ അമ്പലം ഇപ്പൊ ഞാൻ പറയുന്നത് കാടാമ്പുഴ അമ്പലമാണ്. അതിന്റെ കാരണം അവിടുത്തെ ദേവിയെ പറ്റി എനിക്കറിയില്ല, അതിന്റെ ശക്തിയെ പറ്റി എനിക്കറിയില്ല. പക്ഷെ കാടാമ്പുഴ അമ്പലത്തിൽ വരുന്ന വരുമാനം കൊണ്ട് അവിടെ ഡയാലിസിസ് സെന്റർ തുടങ്ങി. നമ്മൾ അവിടെ നേർച്ച കൊടുത്താൽ ആ പൈസ ഒരു ഡയാലിസിസ് രോഗിയുടെ ചികിത്സക്കാണ് ഉപയോഗിക്കുന്ന ഒരു മുഖ്യ പങ്ക് ഉപയോഗിക്കുന്നത്. പക്ഷേ ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടുത്തെ ക്ഷേത്രം ജീവനക്കാരും മൊത്തത്തിൽ എതിരായി ഭരണസമിതിക്ക്. അവര് എന്നോട് കഴിഞ്ഞ ദിവസം പറയാം, ഓരോ ആള് പൈസ കൊണ്ടുപോയിട്ട് ഭണ്ണാരത്തിലിടുന്നത് ദൈവത്തിന് കൊടുക്കണം വിചാരിച്ചിട്ടല്ലേ ഇടുന്നത്, എന്നിട്ട് കണ്ട രോഗികളെ ചികിത്സക്ക് നീക്കി വെക്കാനാണോ ഈ പൈസ ഉപയോഗിക്കുന്നത്? ഭയങ്കര ദേഷ്യമൊക്കെ. ഞാൻ പറഞ്ഞു, ദൈവത്തിന് കൊണ്ടുവരണം വെച്ചിട്ട് ഇടുന്ന പൈസ നിനക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് വെള്ളടിക്കാൻ, നല്ലോണം വെള്ളടിക്കുന്നവനായിട്ട് ആടെ റെസീറ്റ് മുറിക്കുന്ന രവീനെ എനിക്കറിയാം. ഇവര് പൈസ കൊണ്ടുപോയി ഇടുമ്പോ നീ ഇതിന്റെ ശമ്പളവും വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് വെള്ളടിക്കുന്നതാണെന്ന് ഈ വിടുന്നാൾ വിചാരിച്ചനോ? അതിനല്ലേ ഇതെന്ന് പറഞ്ഞു ഞാൻ അവരോട്. പിന്നെ മിണ്ടിയില്ല. എന്തൊരു അസഹിഷ്ണുതയാണെന്ന് അറിയാം അവിടുത്തെ ജീവനക്കാർക്ക് അവിടെ ഡയാലിസിസ് സെന്റർ തുടങ്ങിയതിനെ പറ്റി. നമ്മുടെ നാട്ടിൽ ഭക്തിവാ ഒരു വ്യവസായമായി വളർന്നു വരികയാണ്. അതിന് ഗുണപരമായി മാറണമെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ എല്ലാ ക്ഷേത്ര കമ്മിറ്റിയും സാന്ത്വന പരിചരണ മേഖലയിലേക്ക് ഇടപെടണം എന്നാണ്. അതൊരു പൊതു തീരുമാനമായിട്ട് വരണം. ഒരു നിശ്ചിത സംഖ്യ സാന്ത്വന പരിചരണത്തിനായിട്ട് മാറ്റിവെക്കണം. ഇപ്പൊ ദൈവത്തിന് കൊടുക്കുന്നത് തടഞ്ഞു പോയാൽ ദൈവം പട്ടിണിയായി പോകും. പരിശുദ്ധ ഖുർആനിൽ മനോഹരമായൊരു വചനമുണ്ട്, നീ പ്രാർത്ഥിച്ചത് കൊണ്ട് അള്ളാഹുവിനൊരു നേട്ടവുമില്ല, നീ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് അള്ളാഹുവിനൊരു കോട്ടവുമില്ല. 2 കൊല്ലം കോവിഡായിട്ട് ഒരു കോവിലും തുറക്കാതെ, ഒരു ഗണപതി കോവിലും ഗണപതി ഹോമം നടക്കാതെ, പഴവങ്ങാടി ഗണപതിയാവട്ടെ, പമ്പ ഗണപതിയാവട്ടെ, കൊട്ടാരക്കര ഗണപതിയാവട്ടെ, കൊട്ടത്തേങ്ങ കുരുകടലക്ക ഞെട്ടിട്ടുള്ള പഴം പഞ്ചസാര അട്ടി മുക്തമായി ശർക്കരയിൽ വെളിയിച്ചിട്ട് വാരി ഇട്ട് ഹോമം നടത്തിയിട്ടില്ലല്ലോ. എന്നിട്ട് ലംബോദരൻ 6 പാക്കായി പോയോ? ഗണപതിയെ പറ്റിയിട്ട് സ്തുതിക്കുന്നതിന് ലംബോദരം വിശാലാക്ഷം, ലംബം കുത്തനെയുള്ള വയറുള്ളവനാണ് ലംബോദരൻ. ഈ 2 കൊല്ലം ഹോമം നടക്കാത്തതിന്റെ പേരിൽ ആ കൊടലെല്ലാം ഒട്ടിയിട്ട് 6 പാക്കായി പോയോ ഗണപതിന്റെ? ഇല്ലല്ലോ, ഇല്ല. നമ്മൾ ക്ഷേത്രത്തിന് കൊടുക്കുന്നത്, ആ ക്ഷേത്രം ഏതാ? ആ ക്ഷേത്രം ഭഗവത്ഗീതയിൽ കൃത്യമായി പറഞ്ഞ ശരീരമാണ് ക്ഷേത്രം. ആ ക്ഷയത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്ന പ്രക്രിയയാണ് ക്ഷേത്രം. രോഗം വന്ന് ക്ഷയിച്ചു പോകുന്നവരെ രക്ഷിക്കാൻ ഇതിന് ഒരു പ്രധാനപ്പെട്ട പങ്ക് ഉപയോഗിച്ചാൽ എത്ര ഗുണമാണ്. അത്തരത്തിൽ നമ്മുടെ ക്ഷേത്രങ്ങളും ആരാധനകളും വളർന്നു വരുമ്പോൾ അതിനാനുപാതികമായിട്ട് പാലിയേറ്റീവ് പ്രവർത്തനത്തിന് ഫണ്ട് കിട്ടണം, നീക്കിവെക്കണം. അത്തരത്തിലുള്ള ചർച്ചകൾ കണ്ണൂർ ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനമായ പയ്യന്നൂർ, ഏറ്റവും കൂടുതൽ ക്ഷേത്രോത്സവവും നടക്കുന്ന നാട്ടിൽ നിന്ന് ആ ചർച്ചകൾക്ക് തുടക്കം കുറിക്കാൻ ഈ ഒരു സംഭവം ഉണ്ടാവണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ. ആ ചർച്ചകൾക്ക് അത്തരത്തിൽ മുന്നോട്ട് പോകണം. അമ്പലങ്ങളാവട്ടെ, പള്ളികളാവട്ടെ, സാന്ത്വന പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നവരാവണം. അല്ലാതെ ഇപ്പോ റിട്ടയറായ കുറെ ആളുകൾ നേരം പോക്കാൻ അഭയം കണ്ടെത്തുന്നു. അവിടെ പോയിട്ട് നല്ല ഈ ഉള്ളുന്ന് വലിച്ചു കിട്ടിയ ബലൂൺ കണ്ടില്ല, അമ്പലത്തിൽ നിന്ന് വിൽക്കുന്ന ഉള്ളുന്ന് വലിച്ചു കിട്ടിയ ബലൂൺ കണ്ടില്ലേ, അതുപോലത്തെ കുമ്പക്കൊടലും കൊണ്ട് കുറേ ആൾ പോസ്റ്റ് വേഷ്ടിയും വെച്ചിട്ട് ഇങ്ങനെ നിൽക്കൽ. അതിനു വേണ്ടിയാണ് ഈ അമ്പല കമ്മിറ്റി എന്നുള്ള ധാരണ തിരുത്തണം. ഇതല്ല പണ്ടത്തെ സങ്കല്പ. ഉള്ളുന്ന് വലിച്ചു കിട്ടിയ ബില്ലും പറഞ്ഞാൽ പൊക്കിൽ കുഴി കുഞ്ഞിട്ട് ഇങ്ങനെ വലിയ മുമ്പേ ഉണ്ടാവുമല്ലോ, അതിനാണ് ഞാൻ പറഞ്ഞത്. ഇതല്ല ക്ഷേത്രഭാരവാഹി. ക്ഷേത്രഭാരവാഹി എന്ന് പറയുന്നത് മനുഷ്യപ്പറ്റിന്റെ അങ്ങേ തലക്ക് എത്തുന്നവനെയാണ് ക്ഷേത്രഭാരവാഹിയാക്കേണ്ടത്. അതാണ്, അല്ലാതെ ഭസ്മവും ചന്ദനത്തിന്റെയും വലുപ്പം നോക്കിയിട്ടല്ല. ഉള്ളിൽ വെളിച്ചമുണ്ടെന്നതിന്റെ പ്രതീകമാണല്ലോ പുറത്ത് ചന്ദനവും ഭസ്മവും തൊടുന്നത്. നെഞ്ചിലെ വെളിച്ചത്തിൽ കതിരെടുത്ത് അതിൽ നിൻ പ്രസാദം ചാലിച്ച് നെറ്റിയിലിട്ട്. കേട്ടില്ലേ? ശബരിമലയിൽ തങ്കസൂര്യോ, നെഞ്ചിലെ വെളിച്ചമാണ്. ഇവിടെ തൊട്ടാൽ എന്റെ മനസ്സിൽ ചിന്തകളിൽ പ്രകാശമുണ്ടെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുക.
ഇവിടെ തൊട്ടാൽ എൻ്റെ വികാരങ്ങളിൽ പ്രകാശമുണ്ട്, ഇവിടെ തൊട്ടാൽ എൻ്റെ വാക്കുകളിൽ പ്രകാശമുണ്ട്, ഇവിടെയും തൊട്ടാൽ എൻ്റെ കർമ്മങ്ങളിൽ പ്രകാശമുണ്ട് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനാണ് ഇത്. അതിനു മുഴുവൻ ദുഷ്ടത നിറച്ചിട്ട് മേലാകെ പൂശിയിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ നമ്മുടെ പുതിയ ചലനങ്ങളിലേക്ക് വരണം. കേവലം ഇതൊരു ചടങ്ങുകളോ ഒരു സംഘടന മാത്രം ഏറ്റെടുക്കുന്നതായിട്ട് ചുരുങ്ങാതെ ഇത് സകലമാന മനുഷ്യന്റെയും ബാധ്യതയാവണം. അതിനെന്താ വേണ്ടത്? ആദ്യം മനുഷ്യർക്കെല്ലാം ആർദ്രതയുണ്ടാവണം. ആർദ്രതയാണ് ഇപ്പൊ കുറഞ്ഞു വരുന്നത്. നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് നല്ല ബുദ്ധിയാണ്, നല്ല സ്നേഹമുണ്ട്, നല്ല സ്നേഹമാണ്. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, എൻ്റെ ബാല്യത്തിൽ ഞാൻ എൻ്റെ അച്ഛനെ സ്നേഹിച്ചതിൻ്റെ 10 ഇരട്ടി എൻ്റെ മോനിപ്പോൾ എന്നെ സ്നേഹിക്കുന്നു. എന്ത് നല്ല കുട്ടികളാണ്. അന്ന് ഞങ്ങളൊക്കെ അച്ഛനോടും അമ്മയോടെല്ലാം നല്ല ഭക്ഷണമൊന്നും കിട്ടാത്തതുകൊണ്ടായിരിക്കാം, നല്ല ഡ്രസ്സ് ഉണ്ടാക്കുന്നതൊക്കെ. പണ്ട് ബാല്യകാലത്തെ പറ്റിയിട്ട് ഇപ്പോൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിൽ കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം എന്ന് കേൾക്കുമ്പോൾ കുന്താണെന്ന് തോന്നുന്നു. ചളിവെള്ളം പോലത്തെ നമ്മളെല്ലാം കുട്ടിക്കാലം. രാവിലെ പാട്ട് കപ്പ കുഞ്ഞിട്ട് വരും, വേണം തിന്നോ എന്നുള്ള പാട്ട്. ഇതിനെ കൊണ്ടാ ഭയങ്കര എന്ന് പറയാം. ഇപ്പൊ തള്ളി മറിക്കുക. പക്ഷെ ഇന്നും നമുക്ക് അങ്ങനത്തെ പ്രയാസമൊന്നുമില്ല. അതുകൊണ്ടായിരിക്കാം കുട്ടികൾക്ക് നല്ല സ്നേഹമുണ്ട്. പക്ഷെ ഈ സ്നേഹം ആമയും മുയലും പന്തയം വെച്ച പോലെ ആകുന്നു. എന്താ? ആമയും മുയലും പന്തയം വെച്ച കഥ നമ്മൾ പഠിപ്പിച്ചത് എല്ലാ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾ കേട്ട കഥയാണ്. നമ്മൾ കേട്ടത് മുയൽ കിടന്നുറങ്ങി, ആമ സമ്മാനം വാങ്ങി. അലസന്മാർ പരാജയപ്പെടും, നിത്യ പരിശ്രമിക്കുന്നവർ വിജയിക്കും എന്ന കഥയാണ്. അതിനപ്പുറത്തൊരു വിഷയം. ഈ മുയൽ എന്ന് പറയുന്നത് മനസ്സും, ആമ എന്ന് പറയുന്ന ശരീരമാണ്. ശരീരം മെല്ലെ വളരും അല്ലേ? മനുഷ്യന്റെ ശരീരം മെല്ലെ വളരും. പശു പ്രസവിച്ചിട്ട് അരമണിക്കൂർ കൊണ്ട് എഴുന്നേറ്റ് ഓടുമ്പം പശുക്കുട്ടിയോ അല്ല മനുഷ്യക്കുട്ടിയോ 6 മാസം കഴിഞ്ഞാലേ ദോശ മറിച്ചിടും. കുമ്പിടാൻ 6 മാസം എടുക്കൂലേ? LKG അംഗനവാടി പോകുമ്പോൾ 3 വയസ്സാവില്ലേ? പശു അപ്പോഴൊക്കെ വെച്ചിട്ടൊരു അമ്മയായിട്ടുണ്ടാവില്ലേ? ശരീരം ആമയെ പോലെ മനസ്സോ എന്തെല്ലാം കുട്ടികൾ പറയുന്നു, എന്തെല്ലാം അവരുടെ ഒരു ബുദ്ധി എന്താണ്, എന്തൊരു എനർജറ്റിക്കാണ് അവര്. പക്ഷേ അവരുടെ ഉള്ളിൽ നമ്മുടെ കൈതപ്രം പാടിയ പാട്ടിൽ പറഞ്ഞ വരികൾ പോലെ ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നു. ഉള്ളിൽ ഹോർമോൺ ഉൽപാദനം അങ്ങ് തുടങ്ങുമ്പോൾ പിന്നെ മനസ്സ് മുയൽ കിടന്നുറങ്ങി, ശരീരം മുന്നോട്ട് പോയി അല്ലേ? മനസ്സ് നിയന്ത്രിക്കുന്ന ശരീരം പോയിട്ട് മൃഗങ്ങളെപ്പോലെ, മൃഗങ്ങൾ ശരീരം നിയന്ത്രിക്കുന്ന മനസ്സാവും. മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള പ്രധാന വ്യത്യാസമുണ്ട്. മൃഗങ്ങളുടെ ചോദനകൾ നിയന്ത്രിക്കുന്നത് ശരീരമാണ്. ഒരു പശുവിന് ഈ സ്കൂളിന്റെ മുറ്റത്തുനിന്ന് മൂത്രയിക്കാൻ മുട്ടിയാൽ സ്കൂളാണ്, ആള് കാണുന്നൊന്നും വിചാരിക്കില്ല, വാല് പൊന്തിച്ച് അപ്പം മൂത്രയിക്കും. റോഡിൽ നിന്ന് പട്ടി ഇണചേരും. നിശ്ചയവും നിക്കാവും കല്യാണവും അമ്പലും മാലി ഒന്നും വേണ്ട. കാരണം ശരീരം എന്താ തോന്നുന്നു, അതിന് മനസ്സ് മൃഗങ്ങൾക്കുണ്ട് ഇല്ലേ? മനസ്സ് മൃഗങ്ങൾക്കുണ്ട്. ഞാൻ പലപ്പോഴും കാണുന്നതാണ്. വീതി കുറഞ്ഞ റോഡിലൂടെ പകുതിക്കൊരു പട്ടി കിടക്കുമ്പോൾ ഒരു സ്കൂട്ടർ അതിലെ പോകുന്നു. പട്ടി തലപൊതിച്ചു നോക്കും. സ്കൂട്ടറിന് പോകേണ്ട സ്ഥലം ഉണ്ടെങ്കിൽ പട്ടി അനങ്ങില്ല. അതിന്റെ പുറകെ കാറ് വരും, അല്ലെ ലോറി വരുമ്പോ പട്ടി തലപൊതിച്ചു നോക്കും, എണീറ്റ് മാറിക്കൊടുക്കും. അപ്പൊ സ്കൂട്ടറിന്റെ വീതിയും കാറിന്റെ വീതിയും എത്രയാണെന്നുള്ള കണക്ക് പട്ടിക്ക് അറിയാലോ. എന്നാൽ നമ്മളെ കൂട്ടത്തിലെ ചില നായിയൊക്കെ അറിയില്ല. ഇത് റോഡ് മുന്നിൽ വെച്ച് പോകുന്ന നാട്ടിലാണ്, റോഡ് വെച്ച് ബ്ലോക്കാത്ത നാട്ടില്ലേ? അതാണ്. മൃഗങ്ങൾക്ക് മനസ്സൊക്കെ ഉണ്ട്, പക്ഷെ മനസ്സ് ശരീരത്തിന് അധീനമാണ്. മനുഷ്യനായത് ശരീരം മനസ്സിന് അധീനമാണ്. പക്ഷേ 200 പൗർണമി ചന്ദ്രികകൾ, 200 പൊന്നരയന്നങ്ങൾ, കുളിരുമായി നിന്റെ കൗമാരത്തിന്റെ കിളിവാതിൽ കിരുകീരെ തുറന്നു നോക്കി. യേശുദാസിന്റെ പാട്ട് കേട്ടില്ലേ? ഞാൻ യേശുദാസിന്റെ ചരമത്തിൽ ഫേസ്ബുക്കിൽ എഴുതിയ ലേഖനം 200 1000ലേക്ക് പൂർണ്ണയന്ത്രന്മാരുന്നു. 200 പൗർണമി ചന്ദ്രിക എന്ന് പറഞ്ഞാൽ 16 വയസ്സാകുമ്പോൾ 200 പൗർണമി ചന്ദ്രനെ കാണും. 17 വയസ്സ് തുടങ്ങുന്നു എന്നാണ്. 17 വയസ്സ് തുടങ്ങുമ്പോ 9 മണിക്ക് വിശക്കുന്നു, തിന്നാൻ പോണം തോന്നുമ്പോ മനസ്സ് അമ്മയുണ്ടല്ലോ കാത്തു നിൽക്കുന്നു, വാതിൽ കുറ്റിയിടാണ്ട് നിൽക്കില്ല എന്നുള്ള മനസ്സൊന്നും നിൽക്കില്ല. മനസ്സ് കിടന്നുറങ്ങി, മുയൽ കിടന്നുറങ്ങി, ശരീരം ആമയെപ്പോലെ പോയി പാതിരക്കാണ് തീറ്റി. കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ തുറന്നത് ബേക്കറികളും ഹോട്ടലുകളുമാണ്. പാതിരക്കാണ്. നമുക്കെല്ലാം മരണം വരെ പല പേരുണ്ട്, പക്ഷെ മരിച്ച ഒരു പേര്
മരണം വരെ നമ്മൾ പല പേരിൽ അറിയപ്പെടുന്നു. മരിച്ചാൽ നമ്മൾ അറിയപ്പെടുന്നത് ശവം, മയ്യത്ത്. എന്നാൽ കോഴിക്ക് മരണം വരെ കോഴിയിനേ പേരുള്ളൂ. പക്ഷെ മരിച്ചാൽ എന്താ സാധ്യതകൾ? ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, 38 പേരുണ്ട് കോഴിക്ക് മാത്രം മരിച്ചു കഴിഞ്ഞാൽ. അതിന്റെ സാധ്യതകൾ അന്വേഷിച്ചു പോവുക. എന്താ വിഷയം? മനസ്സ് കിടന്നുറങ്ങുന്നു. ശരീരത്തിലെ ഹോർമോൺ ഉൽപാദനം ആരംഭിച്ചപ്പോ ശരീരം എഴഞ്ഞെഴുതി മുന്നോട്ട് പോകുന്നു. വീടുന്ന് വിളിച്ചാൽ ചിരിച്ചു കാണിച്ചാൽ ചിരി കണ്ടാൽ അത് മതി, ഒരു മൊഴി കേട്ടാൽ അത് മതി. പോറ്റി വലുതാക്കി അച്ഛൻ വേണ്ട, അമ്മ വേണ്ട, എല്ലാം മറന്നിട്ട് പോയിട്ട് 2 കൊല്ലം കഴിഞ്ഞ് ട്രോഫി വാങ്ങിയിട്ട് ആമ വരൂ. ട്രോഫി വാങ്ങി വരുന്നതില്ലേ? അതാണ് അമ്മയെ പറ്റിപ്പോയി, എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഈ മനസ്സിന്റെ കരുത്തിനെ, ഈ പ്രൈമറി വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ മനസ്സിന്റെ കരുത്തിനെ ബുദ്ധിശക്തിയുടെ കൂട്ടത്തിൽ ആർദ്രത ചാലിച്ചു ചേർക്കാൻ നമ്മുടെ പൊതുസമൂഹത്തിൽ കഴിഞ്ഞാൽ നമ്മുടെ പുതിയ തലമുറ പോലെ ഇത്രയും നല്ല തലമുറ വേറെ ഒരിക്കലും ഉണ്ടാവില്ല. അതിന് ആർദ്രത ചാലിക്കണം. അതിനെന്താ വേണ്ട? പല വീട്ടിൽ നിന്നും പറയാറില്ലേ, അടുത്ത പ്രായമുള്ള മനുഷ്യരല്ലേ ഈ ആ മക്കൾ ഇങ്ങനെ ചെയ്തല്ലോ എന്ന്. ആ ചെയ്യുന്ന മക്കളുടെ മനസ്സ് ഉൽപ്പാദിപ്പിച്ചത് ഈ മുതിർന്നവരല്ലേ? അതിൽ പറ്റിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കാ. നമ്മുടെ വീടുകളിൽ പരസ്പര ബഹുമാനത്തിന്റെയും ജനാധിപത്യ ബോധം ഉള്ള വീടുണ്ടോ? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ മുനിസിപ്പൽ കൗൺസിലറെയും MLA യും MP യും തിരഞ്ഞെടുക്കൽ മാത്രമല്ല. വീട്ടുവരാന്തയിൽ വട്ടത്തിൽ ഇരുന്നിട്ട് ലോകത്തെ പറ്റി ചർച്ച ചെയ്യാൻ, കുടുംബത്തെ പറ്റി ചർച്ച ചെയ്യാൻ നേരമുണ്ടായിരിക്കുമല്ലോ. വരാന്തകൾ ഇപ്പം ശൂന്യമാണ്, സംസ്കാരം ശൂന്യമാകുന്നു. വരാന്തകൾ ശൂന്യമാകുമ്പോൾ സംസ്കാരം ശൂന്യമാകുന്നു. കടപ്പുമുറി വലുതാകുന്നു, വരാന്തകൾ ചെറുതാകുന്നു. അല്ലേ? വരാന്ത ഉള്ളിടത്ത് ഒറ്റ മനുഷ്യനുണ്ടാവില്ല. ഒരു മനുഷ്യനുണ്ടാവില്ല. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വഴിതെറ്റിപ്പോയാൽ ചോദിക്കാൻ ഒരു വീട്ടിന്റെ ഇറയത്തൊരു ഉണ്ടാവില്ല. അഥവാ ചോദിക്കാൻ കയറണമെങ്കിൽ സെൻട്രൽ ജയിലിൽ പോയിട്ട് ഒരാളെ കാണാൻ അതിനും എളുപ്പം കഴിയും. എത്ര താക്കോലുണ്ടാവുള്ളൂ കൂട്ടിയിരിക്കുന്നു. അകത്തിരിക്കുക, പുറത്തിരുത്തില്ല. നാട്ടിലെ മനുഷ്യരോട്, വീട്ടിലെ മനുഷ്യരോട് പരസ്പരം സംസാരിക്കുന്നില്ല, കണ്ണു നോക്കുന്നില്ല. ആർദ്രതയുണ്ടാക്കുന്ന ഇടമല്ല ഇപ്പൊ കുടുംബം. ആ കുടുംബം എന്ന് പറയുന്നത് ഇന്ന് ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലും, താമസിക്കുന്ന ലോഡ്ജും, സാധനങ്ങൾ സൂക്ഷിക്കുന്ന ക്ലോക്ക് റൂമും, വിസർജിക്കുന്ന കംഫർട്ട് സ്റ്റേഷനുമാണ് വീടെന്ന് പറയുന്നത്. അതിനപ്പുറത്ത് ആർദ്രതയുടെ വിളനിലമായിട്ട് നമ്മുടെ കുടുംബങ്ങളെ തിരിച്ചു പിടിക്കും. പ്രയാസമുള്ളവരെ സഹായിക്കാൻ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വീട്ടുകാർ അയൽപ്പക്കത്തുനിന്ന് പോയി നോക്കണ്ടേ? എൻ്റെ കൂടെ പഠിച്ചവൻ 28 കൊല്ലമായിട്ട് കാനഡയിലാണ്. എൻ്റെ SLC ബാച്ചിലുള്ള ഒരുത്തൻ ഞങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് ശേഷം അറിയുന്നത് ഓൻ കിടന്നിടത്ത് കുറച്ച് കാലമായി. ഞങ്ങൾ പൈസ പിരിച്ചിട്ട് ഓനിപ്പോൾ 5000 രൂപ മാസത്തിൽ ഞങ്ങൾ പെൻഷൻ കൊടുക്കുന്നു. 5000 രൂപ എല്ലാ മാസവും ഫിക്സഡ് ഡിപ്പോസിറ്റ്. അവൻ്റെ ഭാര്യയ്ക്ക് ഒരു കോഴി ഫാം ഉണ്ടാക്കി കൊടുക്കും, അതിനെ കൊണ്ട് അവർ ജീവിക്കുക. ഇതിനൊക്കെ കാശ് തരുന്ന ഒരുത്തനുണ്ട് കാനഡയിൽ, നല്ല പൈസ ഉള്ളവനാണ്. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് കാനഡ? പൈസക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല, ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ല, നല്ല സുഖം തന്നെ. പക്ഷെ മനുഷ്യനാണ് എന്ന് പറയാൻ യാതൊരു ബോധവുമില്ല. എൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വല്യമ്മച്ചി ഉണ്ടായിരുന്നു. എപ്പോഴും ഞാൻ പോയി നോക്കുന്നതും അവരെ സഹായിക്കുന്നതുമാണ് ആ വല്യമ്മച്ചിയെ. ഇന്ത്യക്കാരിയല്ല. ഞാൻ കഴിഞ്ഞ ദിവസം അവരെ കാണാനിട്ട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് 3 മാസം മുമ്പ് മരിച്ചുപോയി. തൊട്ട മതിലിൻ്റെ അപ്പുറത്താണ്. 3 മാസം മുമ്പ് മരിച്ചുപോയ വിവരം ഞാൻ അറിയുന്നില്ല. ശവസംസ്കാരം വീട്ടിൽ നിന്നല്ല, അപ്പം എടുത്ത് കൊണ്ടുപോയി മോർച്ചറിയിൽ വെച്ച് ഏതോ ഒരു ഹാള് വെച്ച് ശവസംസ്കാരം നടത്തി, ആഘോഷവും നടത്തി പിരിഞ്ഞു തീർന്നു. മനുഷ്യപ്പറ്റെന്ന് പറയുന്നത് നഷ്ടപ്പെട്ടിട്ട് ഈ സാമ്പത്തിക വികാസം ഉണ്ടായിട്ട് എന്താ കാര്യം? അതുകൊണ്ട് നമുക്കിപ്പോൾ അടിയന്തരമായി വേണ്ടത്, ഞാൻ പറയുന്നത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ രോഗികളുടെ അടുത്തേക്കല്ല പോകേണ്ടത്. രോഗം വരാതെ നോക്കണം. ഏത് രോഗം? മാനസിക രോഗം വരാതെ. നമ്മുടെ കുട്ടികൾ ആർദ്രത നഷ്ടപ്പെട്ട് മാനസിക രോഗം വരാതെ നോക്കണം.